കൊച്ചിയിലെ ഒരു തുരുത്തുണ്ട് കേട്ടോ, താന്തോന്നി തുരുത്ത്. ഈ താന്തോന്നി തുരുത്തിലെ മനുഷ്യർ വീണ്ടും ദുരിതത്തിലായി എന്നൊരു വാർത്തയാണ് വരുന്നത്. വേലിയേറ്റം മൂലം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തുരുത്ത് നിവാസികൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയാണ്. കളക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ മാസം 30-നകം ഔട്ടർ ബണ്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് നടക്കാതെ വന്നു. അതോടുകൂടി പുലർച്ചെ 3 മണി മുതൽ GIDA ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുകയാണ് താന്തോന്നി തുരുത്തുകാർ. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരു തുരുത്തിൽപ്പെട്ട മനുഷ്യർ മുഴുവൻ ഇപ്പോൾ GIDയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. വേലിയേറ്റ സമയത്ത് നിരന്തരം അവർ അനുഭവപ്പെടുന്നത് ഈ വെള്ളം കയറുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ താന്തോന്നി തുരുത്തുകാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇന്നലെ രാത്രിയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്, പ്രേക്ഷകർക്ക് കാണാം. അവർ GIDയിലേക്ക് കൂട്ടമായിട്ട് എത്തുകയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി. നമുക്കിപ്പം അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നു. അഞ്ജലി, അവിടെയുള്ളവരുടെ പരാതി എന്താണ്? അവരിപ്പോൾ GID ഓഫീസിലേക്ക് വന്നതൊരു ഉപരോധം ലക്ഷ്യമിട്ടാണോ ഓഫീസിലേക്ക് വന്നത്? അഞ്ജലി നമുക്കൊപ്പം ചേരും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ താന്തോന്നി തുരുത്തുകാർ GIDA ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുന്ന കാഴ്ചയാണ്. ഔട്ടർ ബണ്ട് നിർമ്മിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഔട്ടർ ബണ്ട് നിർമ്മിക്കുമെന്നുള്ള ഉറപ്പ് പാഴായി, അത് നടപ്പായില്ല. അതിനെ തുടർന്ന് വെള്ളം കയറി. അതോടുകൂടിയാണ് പ്രതിഷേധവുമായി GID ഓഫീസിലേക്ക് താന്തോന്നി തുരുത്തുകാരെത്തിയത്. അഞ്ജലി ശ്രീജിതാരാജ്, ഇന്നവർ ഓഫീസ് ഉപരോധിക്കാനാണോ തീരുമാനം? ഗുഡ് മോർണിംഗ് അഞ്ജലി. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് താന്തോന്നി തുരുത്തുകാർ അനുഭവിക്കുന്നത് ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമോ 2 വർഷമോ അല്ല, 20 വർഷത്തോളമായി ഈ ദുരിതത്തിലാണ് താന്തോന്നി തുരുത്തുകാർ ഉള്ളത്. ഏകദേശം ഒരു 100ഓളം കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ ദിനംപ്രതി, അതായത് വേലിയേറ്റ സമയങ്ങളിൽ വീട്ടിലേക്ക് വെള്ളം കയറുന്നു. തുടർന്ന് വലിയ ദുരിതമാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി തവണ ഇവർ സർക്കാരിനെയും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളെയും ബന്ധപ്പെട്ടതാണ്. ഇതിന് അവിടെയൊക്കെ സമരവും പ്രതിഷേധവുമായി ഇതിനു മുൻപും ഈ പ്രദേശവാസികൾ എത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ഒരു അഭയം പ്രാപിക്കുക എന്ന രീതിയിലാണ് ഇന്ന് പുലർച്ചെ 3 മണിക്ക് 50ഓളം കുടുംബങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 50ഓളം കുടുംബങ്ങൾ ജിഡ ഓഫീസിലേക്ക് എത്തിയത്. ഓഫീസിലേക്ക് എത്തി അവിടെ അവർ അഭയം പ്രാപിക്കുന്ന രീതിയിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിരവധി, അതായത് 50 കുടുംബങ്ങളാണ്, ഏകദേശം 100ഓളം കുടുംബങ്ങളുള്ള സ്ഥലത്ത് 50 കുടുംബങ്ങളാണ് പുലർച്ചെ തീരെ ഈ ദുരിതം സഹിക്കാൻ വയ്യാതെ ജിഡ ഓഫീസിലേക്ക് ഒരു ഉപരോധം എന്ന നിലയിൽ എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോഴും ആ ഓഫീസിൽ തുടരുകയാണ്. പുലർച്ചെ 3 മണിക്ക് എത്തി ഇപ്പോഴും ആ ഓഫീസിൽ ഈ ഒരു ഉപരോധവുമായി മുന്നോട്ട് പോകാനാണ് ഈ പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വലിയൊരു ദുരിതമാണ്. അവരുടെ വീട്ടുപകരണങ്ങളും എല്ലാം ദിനംപ്രതി നശിക്കുകയാണ്. കൂടാതെ ഈ വെള്ളത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള രോഗങ്ങൾ വരുന്നു. ഇത്തരത്തിൽ വലിയ ദുരിതമാണ് ആ പ്രദേശവാസി, അതായത് താന്തോന്നി തുരുത്തുകാർ അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 30-നായിരുന്നു ഔട്ടർ ബണ്ട് നിർമ്മിക്കാമെന്ന് കളക്ടർ ഇവർക്ക് ഉറപ്പ് നൽകിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണിയൊന്നും തുടരാത്തതിന്റെ ഭാഗമായി 6-ാം തീയതി ഇവർ വീണ്ടും അധികാരികളെ ബന്ധപ്പെട്ടു. പക്ഷേ ഇതിലൊന്നും, അതായത് ഒരു പരിഹാരവും ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർ വീണ്ടും ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താന്തോന്നി തുരുത്തുകാർ കഴിഞ്ഞ, നമുക്ക് ഓർമ്മയുണ്ട്, അതായത് ഇവിടെ ഒരു മനുഷ്യപ്പാലം നിർമ്മിച്ച രീതിയിലുള്ള, അതായത് പ്രതീകാത്മകമായി വെള്ളത്തിലിറങ്ങി മനുഷ്യപ്പാലം നിർമ്മിച്ചിട്ടുള്ള പ്രതിഷേധം വരെ ഈ ജനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതിലൊന്നും അധികാരികളുടെ കണ്ണെത്താത്തതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ, അതായത് ഇന്ന് 3 മണിക്ക് പുലർച്ചെ ഈ ജിഡ ഓഫീസിലേക്ക് എത്തുന്നത്. അവിടെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങൾ, അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളാണ് ഈ വെള്ളത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. ഇവരുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് കൊച്ചി പോലൊരു നഗരത്തിൽ ഒരു 5 മീറ്റർ വീതിയുള്ള റോഡ്, ഒരു സംരക്ഷണ ഭിത്തി, വെള്ളം ഒന്നും കടക്കാത്ത രീതിയിൽ ഒരു സംരക്ഷണ ഭിത്തി, ന്യായമായ ആവശ്യങ്ങളാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്ര നാളായിട്ടും 20 വർഷത്തോളമായി ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് ഈ അധികാരികളുടെ കണ്ണെത്തുന്നില്ല. കളക്ടർ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ ഇവർക്കുള്ള ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ടെന്നാണ് ഈ സമരം ചെയ്യുന്നവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിലൊന്നും ജിഡ ഓഫീസിൽ നിന്നും യാതൊരുവിധ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഓഫീസിലേക്ക് ഒരാളെ പോലും കടത്തിവിടില്ല എന്ന രീതിയിലുള്ള ഒരു ഉപരോധ സമരത്തിലേക്കാണ് ഇപ്പോൾ പ്രദേശവാസികൾ അവിടെ എത്തിയിട്ടുള്ളത്. അതായത് പുലർച്ചെ 3 മണിക്ക് എത്തി, ഇത്ര സമയമായിട്ടും അവർ ഇതേ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിലൊരു തീരുമാനം കിട്ടാതെ അവിടുന്ന് പോകില്ല. ഔട്ടർ ബണ്ട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് 30-നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പണിയും നിലവിൽ അവിടെ നടന്നിട്ടില്ല. ഇതെല്ലാം വലിയ ആശങ്കയാണ് ഈ ജനങ്ങൾക്കുണ്ടാകുന്നത്. അതിനോട് കൂടെ നിസ്സഹായരായി രാത്രി ഈ വെള്ളം കയറുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ജിഡ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ കാലങ്ങളിൽ
അതായത് ജിഡ ഓഫീസിനുള്ളിൽ കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയത്ത് അതെ, അരുൺകുമാർ, അതായത് 3 മണിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അല്ലേ? അതെ, ഇനി ഓഫീസിലേക്ക് ആരെയും കടത്തിവിടില്ല. കാരണം അത്രമാത്രം ദുരിതമാണ് ജനങ്ങൾ അവിടെ അനുഭവിക്കുന്നത്. ഈ ദുരിതം കാണാത്ത ഓഫീസിലെ അധികാരികളെ ഒന്നും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. ഇത് ഒരു ഉറപ്പ് നൽകിയാൽ ഉറപ്പ് പാലിക്കണ്ടേ? ഒരു തുരുത്തിലെ മനുഷ്യരെ മുഴുവൻ എത്ര കാലം ഇങ്ങനെ ദുരിതത്തിലാഴ്ത്തും? ഒരു വർഷത്തോളമായി ഈ പറയുന്ന ഉറപ്പ് കൊടുത്തിട്ട് ആ ഉറപ്പുകളൊന്നും പാലിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് ഈ തുരുത്തുകാർ വരുന്നത്. അവരുടെ ആ തുരുത്തിന്റെ പേര് താന്തോന്നി തുരുത്തെന്നാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല ആ നാട്ടിൽ. കാരണം വേലിയേറ്റം ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ വെള്ളം കോരിക്കളയേണ്ടി വരുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് അവരിപ്പോൾ ഉപരോധത്തിന് വേണ്ടി നിവൃത്തിയില്ലാതെ GID ഓഫീസിലേക്ക് എത്തിയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അവർ GID ഓഫീസിലേക്ക് എത്തിയതും. മാത്രവുമല്ല, ഈ ഔട്ടർ ബണ്ട് കഴിഞ്ഞ മാസം 30-നകം നിർമ്മാണം ആരംഭിക്കുമെന്നൊക്കെയാണ് കളക്ടർ കൊടുത്ത ഉറപ്പ്. പക്ഷേ ആ ഉറപ്പെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിത്തീർന്നു. ഈ വേലിയേറ്റം എങ്ങനെയാണോ വേലിയേറ്റ സമയത്ത് വരുന്ന വെള്ളത്തിൽ വരച്ച വരയാണ് ഈ കൊടുത്തിരിക്കുന്ന ഉറപ്പുകളെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഒരു രക്ഷയും ഇല്ലാതെ ഒടുവിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന GIDAക്ക് മുന്നിൽ എത്തേണ്ടി വന്നത്.